ഇവർക്ക് നമസ്കാരം. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഇത് പ്രത്യേകിച്ച് NDA എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കീമിനും വരും, പക്ഷേ അതിനും കൂടുതൽ സാധ്യത NDAക്കുള്ളതാണ്. സാധ്യത എന്നല്ല, ഉറപ്പ്. നിങ്ങൾ ഈ ലോഗരിതത്തിൻ്റെ പ്രോബ്ലംസുകൾ ചെറുതായിട്ട് +2 പഠിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ടുള്ളത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മിക്ക ലോഗരിതം പ്രോബ്ലംസും നിങ്ങൾ വിടും. അതുകൊണ്ട് ആയില്ല, കുറേ ക്വസ്റ്റ്യൻസുകൾ കിട്ടും, പഠിച്ചോണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും ഒരു ബുക്ക് എടുത്ത് വെച്ച് അങ്ങ് എഴുതി വെച്ചേക്കണം. കാരണം എപ്പോഴെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ കൈ കാണുമല്ലോ. ഓക്കെ, what is the number of solutions of the equations? Number of solutions of the equation log x minus 1 to the base 4 equal to log x minus 3 to the base 2. ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ട്? നമ്മൾ സാധാരണ ഒരു ലീനിയർ ഇക്വേഷൻ, അതിന് ഒരു സൊല്യൂഷനാണ്. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ 2, ക്യൂബിക് ആണെങ്കിൽ 3 എന്നൊക്കെ പറയാറില്ലയോ? അതേപോലെ ഈ ലോഗരിതമിക് ഇക്വേഷന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും എന്നാണ്. എത്ര സൊല്യൂഷൻസ് എന്നുള്ളത് മതി. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്ന് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് log x minus 1 to the base 4 എന്നുള്ളതിനെ നമുക്ക് തന്നെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. log a to the base b. What is log a to the base b? That can be written as log a divided by log b. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, log of a divided by log b. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log x minus 1 divided by log 4. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസറിനെ എങ്ങനെ എഴുതാം? log x minus 3 divided by log 2. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് ഓക്കെ ആയി. ആ ബേസ് ഇല്ലാതായപ്പോൾ തന്നെ നമുക്ക് ഇച്ചിരിയുടെ ബലമായില്ലേ, ഓ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള രീതിയിൽ കൂടെ മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവരെയൊക്കെ കണ്ടാൽ നിങ്ങൾക്കൊരു പരിചയം തോന്നണം, ചെയ്യാൻ പറ്റും. log 4 log 2. ഈ log 4നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു log ഓഫ് 2 സ്ക്വയർ. 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ log 2 സ്ക്വയർ, ഈ 2നെ നമുക്ക് ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 ഇൻറ്റു log 2. ഓക്കെ, log a raised to n can be n ഇൻറ്റു log a, മീൻസ് പവർ കംസ് ഔട്ട് സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ log 4നെ 2 log 2 എന്ന് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് log ഓഫ് x മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 log 2 ഈസ് ഈക്വൽ ടു log ഓഫ് x മൈനസ് 3 ഡിവൈഡഡ് ബൈ log 2. അങ്ങോട്ട് ക്യാൻസലാക്കി കളഞ്ഞു. ഓക്കെ ആയല്ലോ. അങ്ങനെ ഒരാളെ ഇല്ലാതാക്കി. ഇനി ഒരു ബൈ 2 ഉണ്ട്, അതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ഇടുമ്പോൾ ഇവിടെ എത്തും അല്ലേ. ദാറ്റ് ഈസ് log x മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 log x മൈനസ് 3. 2 log x മൈനസ് 3 എന്ന് വരുമ്പോൾ അപ്പോൾ ഈ 2 എവിടെ എത്തി? ഇവിടെ എത്തി. ഈ 2നെ പിന്നെയും പിടിച്ച് x മൈനസ് 3യുടെ പവർ ആക്കണം. പവർ തിരിച്ച് പുറത്ത് വന്ന പോലെ പുറത്ത് കിടക്കുന്ന നമ്പറിനെ തിരിച്ച് എന്താക്കുമ്പോൾ അകത്തോട്ട് എഴുതുമ്പോൾ പവർ ആവും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് log ഓഫ് x മൈനസ് 1 ഈസ് ഈക്വൽ ടു ഈ 2 ഇവിടെ എത്തി. ഈ 2നെ പിന്നെയും കൊണ്ടുവന്ന് പവർ ആക്കുമ്പോൾ ദാറ്റ് ഈസ് log ഓഫ് x മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പം കണ്ടോ ലെഫ്റ്റും റൈറ്റും വെറും ലോഗിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, log ഓഫ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോഗിനെ കളയാം. ദെൻ x മൈനസ് 1 ഈസ് ഈക്വൽ ടു x മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ ലോഗിനെ ഇല്ലാതാക്കിയപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ടൈപ്പിലുള്ളൊരു ഇക്വേഷനായി. x മൈനസ് 1 ഈക്വൽ x മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് x മൈനസ് 1 ഈസ് ഈക്വൽ ടു x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9. ഓക്കെ, ഇത് അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 0 ഈക്വൽ ടു x സ്ക്വയർ ഉണ്ട്. ഈ പ്ലസ് എക്സ് അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് എക്സ് ആകുമ്പോൾ ഈ മൈനസ് 6x ചേർന്ന് മൈനസ് 7x ആയി, 7x ആയി മോനെ. മൈനസ് 1 അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് 1 ആയിക്കൊണ്ട് പ്ലസ് 9 ചേർന്ന് പ്ലസ് 10 ആയി മാറി. ഓക്കെ, ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അങ്ങനെ നമുക്ക് എക്സിന് എത്ര വാല്യൂസ് കിട്ടും മോനെ? എത്ര വാല്യൂസ് കിട്ടും? 2. ഇവിടെ വെച്ച് ഓരോരുത്തർ നിർത്തിയിട്ട് ആൻസർ 2 എന്ന് എഴുതിക്കൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടി അടുത്ത ക്വസ്റ്റ്യനോട് പോവും. ഓടിയത് മിച്ചം തെറ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓട്ടമൊക്കെ നിർത്തിക്കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോകാം. എക്സിൻ്റെ ഒന്ന് വാല്യൂവിനെ കണ്ടുപിടിക്കാം. Therefore 0 is equal to x minus 2 into x minus 5 എന്ന് എഴുതാം കേട്ടോ. സമ്മും പ്രോഡക്റ്റും ഒക്കെ വെച്ചോണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി x മൈനസ് 2 ഇൻറ്റു x മൈനസ് 5. അപ്പോൾ x മൈനസ് 2 0 നിക്കേറ്റ് ചെയ്യുമ്പോൾ x എത്ര കിട്ടും? 2 കിട്ടും. x മൈനസ് 5 0 നിക്കേറ്റ് ചെയ്യുമ്പോൾ x എത്ര കിട്ടും? 5. അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടി, 5 and 2. അപ്പോൾ നമ്മളായിരിക്കും 2 എന്ന് എഴുതിക്കൊണ്ട് പോകും അല്ലേ. അവിടെ വെച്ച് തെറ്റി.
ഇനി ക്വസ്റ്റ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് 2നെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 2 - 1 1 വരും. 2 - 3 -1 വരും. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ലോഗിനുള്ളിൽ നെഗറ്റീവ് നമ്പർ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ആരെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി 5നെ. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. 5നെ കൊടുത്താൽ 5 - 1 4 പോസിബിളാണ്. 5 - 3 2 പോസിബിളാണ്. അപ്പോൾ 5 ഓക്കെ ആണ് അല്ലേ? ഇവൻ ഓക്കെയാണ്. പക്ഷേ ഇവൻ ഓക്കെ ആണോ? അല്ല. അപ്പോൾ ഓക്കെ ആയിട്ടുള്ളത് എത്ര പേരേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. ദെയർഫോർ നമ്പർ ഓഫ് സൊല്യൂഷൻ ഈസ് 1. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? 1. ഏത് നമ്പർ മാത്രം? 5 മാത്രം. ക്ലിയർ ആണല്ലോ? അടിപൊളി ക്വസ്റ്റൻ ആണല്ലോ. ഇഷ്ടപ്പെട്ട പോലെ തകർത്തേക്കണം. ഒന്ന് നിങ്ങൾക്കറിയാവുന്ന മീൻസ് എൻട്രൻസ് പഠിക്കുന്ന ഒരു കുട്ടിയിലോട്ട് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റൻസുകളൊന്നും നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കാണത്തില്ല, കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും കണ്ടോണം. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. സൂപ്പറായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റൻസുകളെയും സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡ്സിൽ കൂടെ ക്ലാസ്, നോട്ട്സ് എല്ലാം കിട്ടും. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.